ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ പ്രൗഢഗംഭീര തുടക്കം. പ്രത്യേക ക്ഷണിതാക്കളായെത്തിയ 3000-ലേറെ പേരെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ശബരിമല മതാതീത ആത്മീയതയുടെ കേന്ദ്രമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംഗമത്തിൽ പങ്കെടുത്തത് യഥാർത്ഥ ഭക്തരെന്ന് ഭഗവത്ഗീത ഉദ്ധരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. സംഗമത്തിൽ SNDPയും NSSും അടക്കമുള്ള സമുദായ സംഘടനകളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ഉജ്ജ്വല തുടക്കം. രാവിലെ മുതൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമടക്കം പ്രതിനിധികൾ പമ്പയിലെ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും സമുദായ നേതാക്കളെയും കൂടാതെ സാമൂഹ്യ, സിനിമാ, സാഹിത്യ മേഖലകളിലെ നിരവധി പ്രമുഖർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. 1-ാം നമ്പർ കാറിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തവർക്കുള്ള മറുപടിയായി. ശബരിമലയുടെ വികസനമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്ര കാലവും ഇല്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കേണ്ടതുകൊണ്ട് എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. വെള്ളാപ്പള്ളി നടേശനെ കൂടാതെ NSSനെ പ്രതിനിധീകരിച്ച് സംഗീത് കുമാർ എത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സർക്കാരിനും ആശ്വാസമായി. യുവതീ പ്രവേശനത്തിലൂടെ അയ്യപ്പ ഭക്തർക്കെതിരെയാണ് സർക്കാർ എന്ന പ്രതീതി അയ്യപ്പ ഭക്തരുടെ ആഗോള സംഗമത്തിലൂടെ മറികടക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വൻ വിജയം ഇതിനെ എതിർത്തവർക്കുള്ള മറുപടിയായിട്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും കാണുന്നത്. റിപ്പോർട്ടർ, ശബരിമല.